പ്രത്യേകിച്ച് പുതിയ തലമുറയെ ഈ പാരമ്പര്യങ്ങളിൽ വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ജീവിതവും ആരാധനയും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ്. നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമുണ്ടാവും. സാക്ഷ്യമില്ലാത്ത ആരാധന ജീവിതം അത് യാന്ത്രികമായി തീരും. അതിലേക്ക് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുകയും, നമുക്കറിയാം കോവിഡ് കാലം സുദീർഘമായി. ആ കാലത്ത് എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പള്ളികളൊക്കെ ഇനി തുറക്കും, ആരാധനാലയങ്ങളുടെ ആവശ്യങ്ങൾ ഇനി ഉണ്ടാകും. ചില അമ്മച്ചിമാർ പോലും പള്ളിയിൽ പോകാതെയാണ്. അവർ പോലും ടെക്നോളജിയൊക്കെ പഠിക്കാൻ തുടങ്ങി. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും റിമോട്ട് ഉപയോഗിക്കാനും ടാബ്ലറ്റ് ഉപയോഗിക്കാനും മൊബൈൽ ഉപയോഗിക്കാനും ഒക്കെ അപ്പച്ചന്മാരും പോലും പഠിച്ച കാലമായിരുന്നു കോവിഡിന്റെ കാലം. അവർ ചിലരുടെ അഭിപ്രായം പള്ളിയിൽ പോയാൽ നമുക്കല്ല കൺട്രോൾ, അച്ഛന്മാരുടെ കയ്യിലാണ്. കോവിഡ് കാലത്ത് ഈ TV കൂടെ ഇത് കാണണമെങ്കിൽ കൺട്രോൾ നമ്മുടെ കയ്യിലും. റിമോട്ട് അപ്പച്ചൻ്റെയിലും അമ്മച്ചയിലും ആയതുകൊണ്ട് 3 മണിക്കൂർ നീണ്ടുപോയാലോട് ഓഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ഇടഭാഗത്ത് പ്രസംഗം നീണ്ടുപോയാൽ പള്ളിയിൽ വന്നതൊക്കെ എങ്ങനെയും പ്രതികരിക്കാൻ പറ്റും. അച്ഛൻ്റെ പ്രസംഗം നീട്ടാൻ സഹിക്കുകയല്ല നിവൃത്തി. പക്ഷേ വീട്ടിലിരുന്നുള്ള ആരാധന കമ്പ്യൂട്ടറിൽ കൂടെ ആണെങ്കിൽ ചാനൽ മാറ്റാനുള്ള അവസരം. ഇതെല്ലാം ആധുനിക കാലത്തെ ചില സൂചനകളാണ്. അപ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ നമ്മൾ ചിന്തിക്കണം. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ചൂട്, ഡിസംബർ മാസത്തിൽ ഇത്രയും ചൂടാകാവും. ഇത്രയും ചൂട് സാധാരണ വരുന്നതല്ല. ചൂട് ഓരോ കൊല്ലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ ഈ ചൂടത്ത് ആരാധന മണിക്കൂറുകൾ നീണ്ടാൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകും, അച്ഛന്മാർക്കും പ്രയാസമുണ്ടാകും. പലരുമൊക്കെ ഷുഗറൊക്കെ ഡൗണായിട്ട് വീഴുന്നത് കണ്ടിട്ടില്ല. കാലാവസ്ഥ മാറി, നമ്മുടെ ജീവിതശൈലി മാറി, അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ അവിടെ നമ്മുടെ വലിയ കാർക്കശ്യക്കാരാവരുത്. കർത്താവ് പറയുന്നുണ്ട്, ശാപത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടി. തിരിച്ചല്ല, മനുഷ്യൻ ശാപത്തിന് വേണ്ടി ജീവിക്കരുത്. ശാപത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കണം. മനുഷ്യത്വമായിരിക്കണം അതിന്റെ ക്രൈറ്റീരിയ. ചില ആളുകൾ വാശി പിടിക്കും, കുർബാനയുടെ സമയം മാറ്റി. ചില പള്ളികളിലൊക്കെ പള്ളി കൂട്ടാൻ തന്നെ കാരണമായിട്ടുണ്ട്. വൈകുന്നേരം വെളുപ്പിനെയുള്ള ശുശ്രൂഷകൾ മാറ്റി വൈകുന്നേരമാക്കിയതിന് വാശി പിടിക്കുന്ന പള്ളികളും പട്ടക്കാരും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലേ ചില പള്ളിക്കാർ. നിങ്ങളിൽ ചിലരങ്ങനെ വാശിക്കാരൊക്കെ കാണും. അത് ആക്ഷരികത്വം, സാധുക്യന്മാരുടെയും പരീശന്മാരുടെയും ഒക്കെ പുളിച്ചമാവുന്ന ഒരു പ്രയോഗം എന്താ പറയുന്നത് ഇതിനെ കുറിച്ചാണ്. ചില ആളുകൾ ചില അക്ഷരങ്ങളെ പിടിച്ച് കളിക്കും, വാശിയുണ്ട്. ഞാനൊരു പള്ളിയുടെ പേര് പറയത്തില്ല, നിങ്ങൾ ആളിനെ പിടിക്കും. ആ പള്ളിയിൽ എപ്പോഴും കുർബാനയ്ക്ക് എന്നാൽ കാപ്പ് പിടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരാൾ വരും. ആ സമയത്ത് വന്നിട്ട് ആ കുർബാനയിൽ സംഭവിച്ച പിഴവുകളെല്ലാം പുള്ളി കണ്ടുപിടിച്ച് നമ്മളോട് പറയും. ഇന്ന പദപ്രയോഗം ശരിയല്ല, പരിശുദ്ധന്മാരെന്നല്ല വിശുദ്ധന്മാരെന്ന് ഉപയോഗിക്കുന്നു, തമ്മിൽ എന്താ വ്യത്യാസം? അദ്ദേഹത്തിന് വലിയ ന്യായങ്ങളാണ്. പരിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ തെറ്റാണ്, വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ശരിയാകും. അങ്ങനെ പറഞ്ഞ് ന്യായം പിടിച്ച് വാശി പിടിക്കുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അത് ആക്ഷരികത്വം, ലിറ്ററലിസം. ചിലര് വേദപുസ്തകത്തെ അങ്ങനെ കാണുന്നവർ. സഭ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ആത്മാവാണ്, സ്പിരിറ്റാണ് പ്രധാനപ്പെട്ടത്. ശാപത്തിന്റെ ആത്മാവാണ്. ശാപതെന്ന അക്ഷരങ്ങളല്ല പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുവാൻ സാധിക്കും. കാലികമായ മാറ്റങ്ങൾ സഭയുടെ ആരാധനാക്രമത്തിലും ഒക്കെ വരുത്തേണ്ടത് ആവശ്യമായ സമയങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നോമ്പിന്റെ